ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹം ഇന്നു പുണ്യാധീരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസാവതാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ. വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം, വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ, ഞാനിതിനൊട്ടും അധികാരിണിയല്ലല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയപ്പോകാതെയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ, ആകുലം കൂടാതെ നീ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാനവേദാധ്യയന ക്ഷേത്രോപവാസയാഗ്യാദിഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവാൻ, ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും. മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃതം. മൽക്കലാജാതാചാര്യോപാസനാമഞ്ചാമതും. പുണ്യശീലത്വം യമ നിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും. മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം. ഉക്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ. തിര്യഗ്യോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും. പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ, മുക്തിയുമടുത്തിതു നിനക്കു തപോധനേ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം, കേനവാനീതാസീത മൽപ്രിയ മനോഹരി. രാഘവ വാക്യം കേട്ടോരു ശബരിയുമാകുല ആദരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം. ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി, ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർ മകളെ ഞാൻ.
മുമ്പിലാം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ. പശ്യപർവ്വതവരാമൃശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തമുക്ത ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നിലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദം ഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാനകർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും. ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയ ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദം ആരണ്യകാണ്ഡം സമാപ്തം. കിഷ്കിന്ധാകാണ്ഡം. പമ്പാദർശനം. ശാരിക പൈതലേ ചാരുശീലേ വരീകാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവാനെങ്കിലും അങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യ തനയ നവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം മുൽപുല പത്മകൽഹാര കുമുദ നീലോൽപല മണ്ഡിതം ഹംസകാരണ്ഡവ അഷ്ടപദ കോകില കുക്കുടു കോയഷ്ടി സർപ്പ സിംഹവ്യാഘ്രസൂകര സേവിതം. പുഷ്പലതാ പരിവേഷ്ടിത പാദപ സൽഫല സേവിതം സന്തുഷ്ടജന്തുകം. കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലം തീർത്തു മന്ദം നടന്നിടിനാർ. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാധിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും. സീതാവിരാഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും. ആധി കലർന്നു നടന്നടുക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ ആരി വരുന്നതിരുവർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊല്ലായകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി. വിക്രമമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസാവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാദിശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്തസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം
അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം. കഞ്ചാവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയുകയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകൾ ആത്മാഭാസൈവ ശോഭിപ്പിക്കും അർക്കാനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വനി ദേവകളോ മറ്റതെന്നിയെ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു. ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നു രാജന്യവേഷേണ പിറന്നോരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ. കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ. മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലോരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം. മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘൂതരം. രാമനെന്നെന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്ര തനയാനിവൻ മമ. സോദരനാകിയ ലക്ഷ്മൺ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതാ നിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ. ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ. ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീലവളെയൊരിടത്തും ഇന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരെടോ സഖേ. ചൊല്ലിയിടുകെന്നതു കേട്ടോരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതിത്ര രഘൂപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ. വേല ചെയ്യാമതീനാവോളമാശു ഞാൻ ആലിംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിലെഴുന്നെള്ളു ഉൾത്താപമെല്ലാം അകലും ദയാനിധേ. എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാം മാറുമാരുതി. പോകാമമസ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവമകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു. സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളക നീ ഭാസ്കരാനന്ദന. ഭാഗ്യമഹോഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കര വംശസമുദ്ഭാവന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനൂജനും കാമധാരാർത്ഥാമിവീടേക്കെഴുന്നള്ളി. സുഗ്രീവനോടിവണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായ തലേ തഥാ. വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗീശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക.
പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരാപൂർവമുത്ഥായ സസംഭ്രമം വിഷ്ടഭാനാഥാനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ച വാനിയിലിട്ടാനതു നേരമിഷ്ടനാമാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടരുളിയിടിനാൻ. തൃപ്തി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതും നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവാൻ നിർണയം. രാവണൻ തന്നെ സകൂലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവീരാ തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായ ജലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കര നേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരു. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതീന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളല്ലോ മാനവാവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ മുൻപിൽ വെച്ചിടിനാർ. അർണോജനേത്രാനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായതലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറിയിലമുഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജാനേത്രയാം സീതയെ കൈക്കൊണ്ടു കൊള്ളാം പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാർ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞുത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. ബാലി സുഗ്രീവ വിരോധ കാരണം. പണ്ടു മായാവിയെന്നോരസുരേശ്വരനുണ്ടായതു മയൻ തന്നെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരെ. കിഷ്കിന്ധയാം പുരി പുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതീ ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു കൊണ്ടതീ ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിലുൾപ്പൊക്കിതു വാനരശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ. ഞാനിതിൽ പുക്കിവൻ തന്നെയൊടുക്കുവൻ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരീകീല സൂരൻ മരിച്ചിടും ചോര വരീകീലടച്ചുപോയി വാഴ്ക നീ. യുദ്ധം പറഞ്ഞതിൽ പുക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയിതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിതു ചോരാവിലാമുഖം തന്നെ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ
ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധ പൊക്കിയിടിനേൻ മർക്കടാവീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലായിടവും ഇരിക്കരുതാഞ്ഞെങ്ങും. നീളെ നടന്നുഴന്നീടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ. ഋഷ്യമൂകാചലെ വന്നിരുന്നിടിനൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാനൂഢരാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരുഹസ്പർശ കാരണാൽ ഇപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞോരു ഭാനുതനയനുമിങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതി ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ചവിട്ടിപ്പറിച്ചുടൻ. ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞിതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്നു ഋഷ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ. ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലാപുരി പൂക മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കപീന്ദ്രനും വന്നു തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭി തൻ്റെ തല ഇതു കാൺകുരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കപീവീരനെ നിർണയം. എന്നതു കേട്ടു ചിരിച്ചു രഘൂത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം. എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയോ മർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവ സപ്തസാലങ്ങളിവയല്ലോ. ബാലിക്കു മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴുമിവ എന്നറിഞ്ഞാലും. വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും. വട്ടത്ത് നിൽക്കും ഇവറ്റയൊരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്നയോത്ഭൂതനാകിയ രാമനും ചാപം കൊഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊഴുത്തെയ്തരുളിയിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും. ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തൂണീരമൻപോട് പുക്കോരനന്തരം. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കുപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനും എനിക്കു യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷദനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥി രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാവിരചിതം. ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം വരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ. മണ്ണിനായൊഴി കുഴിച്ച നേരനിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനവ്രത തീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം. നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെന്നിയേ.
ത്വൽപാദ പത്മാവലോകനം കേവലമിപ്പോളകപ്പെട്ടതും ത്വൽകൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. തൽക്ഷണം പോലും എന്നാകീലവൻ തനിക്കൊക്കെ നീങ്ങിയിടുമജ്ഞാനമനർത്ഥതം. ചിത്തം ഭവാങ്കാൽ ഉറയ്ക്കാകിലുമതി ഭക്തിയോടെ രാമരാമേതി സാദരം. ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപാനെങ്കിലും ബ്രഹ്മജാനെങ്കിലും സദ്യോ വിമുക്തനാം നാമ ജപത്തിനാൽ. ശത്രുജയത്തിലും ധാരാസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ. ത്വൽപാദ ഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപമുൽപ്പാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായിതു കേവലജ്ഞാനവും. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയമായ പ്രഭാവം ജഗൽപദേ. എപ്പോഴും ഉൾക്കാമ്പെനിക്കു രമാപദേ ത്വന്നാമ സങ്കീർത്തന പ്രിയയാകണം. എന്നുടെ ജിഹ്വ സദാ നാണമെന്നിയെ ത്വച്ചരണാംബോരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളായി. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരികെന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘൂപതേ. ത്വൽപാദപാംസുതീർത്ഥങ്ങളേൽക്കാകേണം എപ്പോഴും മംഗങ്ങൾ കൊണ്ടു ജഗൽപദേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹൂരുത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹൂരുത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹൂരുത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ.